പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS രംഗത്തെത്തിയിരിക്കുകയാണ്. ഡോക്ടർ ജയതിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും പേരെടുത്ത് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വ്യാജ നരേറ്റീവ് തള്ളിക്കളഞ്ഞ കാംകോ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പിന്തുണയുണ്ടെന്നും എൻ പ്രശാന്ത് ഈ ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ട്. കാംകോയുടെ MD ആയിരുന്നു അല്ലേ, മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. 2 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും സ്ഥാപനത്തിന്റെ വളർച്ചയെന്ന ലക്ഷ്യപ്രാപ്തിയിൽ എത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമരത്തിൽ ഇല്ല എങ്കിലും കരയിൽ ഒപ്പമുണ്ട് എന്നുമാണ് പ്രശാന്തിന്റെ. അതോടൊപ്പം തന്നെ ഒരു വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാംകോയിലെ ജീവനക്കാർ ഇല്ലേ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് കാംകോ. കാംകോയിലെ ജീവനക്കാർ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എൻ പ്രശാന്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അല്ലെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാര്യവും എൻ പ്രശാന്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. ഇതാണ് ആ വീഡിയോ. കാംകോയിലെ ജീവനക്കാർ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ട എൻ പ്രശാന്ത് IASന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആസ്ഥാനത്തിന് മുന്നിൽ അല്ലെ, കാംകോ ആസ്ഥാനത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ അല്ലെ പ്രതിഷേധ പ്രകടനത്തിന്റെ ആ ഒരു ദൃശ്യമാണ്, വീഡിയോ ദൃശ്യമാണ് പ്രശാന്ത് പോസ്റ്റ് ചെയ്തത്. അതിൽ മാതൃഭൂമിക്കെതിരെയുള്ള പരാമർശവും മാതൃഭൂമി അതായത് പ്രശാന്തിനെതിരെ വലിയ തലക്കെട്ടോടുകൂടിയായിരുന്നു മാതൃഭൂമി തുടർച്ചയായി വാർത്തകൾ നൽകിയിരുന്നത്. അതേ മാതൃഭൂമി ദിനപത്രം കത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാംകോ പ്രവർത്തകർ പ്രശാന്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ സസ്പെൻഷന് ശേഷമുള്ള പ്രതികരണത്തിലടക്കം അദ്ദേഹം അത് തള്ളിക്കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നത് അറിയില്ല എന്നുള്ളതായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം. ഇപ്പോഴിതാ സസ്പെൻഷന് ശേഷവും അദ്ദേഹം വിമർശനവുമായി രംഗത്ത് എത്തുന്നു. ഏത് തരത്തിലുള്ള വിമർശനം ആണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? മജീഷ്, അഭിലാഷ്, ഈ സസ്പെൻഷൻ നടപടി കഴിഞ്ഞിട്ടും പ്രശാന്ത് വിടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വാറോല വാങ്ങിയിട്ട് വരട്ടെ, അതിൽ പരിഹാസം കൂടി അടങ്ങിയിരുന്നു. താൻ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന സൂചന കൂടി അദ്ദേഹം നൽകി. ഈ സസ്പെൻഷൻ നടപടിക്ക് ശേഷമുള്ള പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വീണ്ടും വളരെ പെട്ടെന്ന് വിനോദ് തിരികെ എത്താൻ. EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം